അമേരിക്കയും ഇസ്രായേലും പാലസ്തീനും ഗാസയും ഹമാസും എല്ലാം ഇപ്പോൾ യുദ്ധഭീതിയിലാണ്. യുദ്ധഭീതിയിലായിരിക്കുന്ന രാജ്യങ്ങളെ സമാധാനിപ്പിക്കുന്നതിന് വേണ്ടി അമേരിക്കയാണ് ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. അമേരിക്കയെ നശിപ്പിക്കാൻ ആരെല്ലാമോ ശ്രമിക്കുന്നു എന്ന ചോദ്യവും ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞു. കാരണം അമേരിക്ക ഇപ്പോൾ ഇസ്രായേലിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കയെ നശിപ്പിക്കാൻ വേണ്ടി ഇറാൻ അടങ്ങുന്ന പല രാജ്യങ്ങളും ഇപ്പോൾ തയ്യാറാവുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പല രാജ്യങ്ങളിൽ യാത്ര ചെയ്യുകയും പല പ്രധാനമന്ത്രിമാരെ കാണുകയും അവരോട് പല ആശയങ്ങൾ സംവാദിക്കുകയും ചെയ്യുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള യുദ്ധത്തിൽ എന്ത് ചെയ്യാനാണ് ട്രംപ് ഇപ്പോഴും തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമല്ല. കാരണം ഗാസയിലെ ജനങ്ങളെ അവിടെ നിന്ന് മാറ്റി സ്ഥാപിച്ച് അവിടെ പുതിയൊരു നഗരം സൃഷ്ടിക്കുക എന്നുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകളെല്ലാം നമ്മൾ മുമ്പും ചർച്ച ചെയ്തതായിരുന്നു. എന്താണെങ്കിലും ഇപ്പോൾ ഇതിനെല്ലാം ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുമോ എന്ന ചോദ്യം ഇപ്പോഴും നമുക്ക് നിലനിൽക്കുകയാണ്. കാരണം ഗാസയും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം ഇപ്പോഴും അവസാനിക്കുന്നില്ല. വെടിനിർത്തൽ കരാർ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലും ബന്ദികളെ കൈമാറുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹമാസിലെ പല ആളുകളും ഇപ്പോഴും പല ബന്ദികളെയും വിട്ടയക്കാൻ തയ്യാറാകുന്നില്ല എന്ന് ഇസ്രായേലും പറയുന്നുണ്ട്. ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള യുദ്ധം ശക്തമാകുന്ന സാഹചര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളതും വ്യക്തമാകുന്നില്ല. അമേരിക്ക ഇനി ഗാസയെ നശിപ്പിക്കാൻ വേണ്ടി തയ്യാറാവുകയാണോ എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. രാജ്യങ്ങൾ തമ്മിൽ ഇത്തരത്തിലുള്ള യുദ്ധം ശക്തമാകുന്ന സാഹചര്യത്തിൽ ലോകമെമ്പാടും അതിന്റെ അനന്തരഫലങ്ങളും കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ യുദ്ധങ്ങളെല്ലാം ഉടൻ തന്നെ അവസാനിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. രാജ്യങ്ങളുടെ ഭീഷണി നിലനിൽക്കുന്ന മറ്റ് രാജ്യങ്ങളുമായി സൗഹൃദം സ്ഥാപിക്കുന്ന അമേരിക്കയുടെ നിലപാടും നമുക്കൊട്ടും വ്യക്തമാക്കാൻ സാധിക്കുന്നതല്ല. ഇസ്രായേലിനെ സഹായിക്കാൻ അമേരിക്ക മുമ്പിട്ടിറങ്ങുമ്പോൾ ഇറാൻ പോലുള്ള മറ്റു മുസ്ലിം രാജ്യങ്ങൾ പാലസ്തീനെ സഹായിക്കാൻ വേണ്ടി രംഗത്ത് വരികയും ചെയ്യുന്നുണ്ട്. സൗദിയിലെത്തിയ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ഗാസയായിരുന്നു മുഖ്യ ചർച്ചാ വിഷയമായത്. പാലസ്തീനികളെ പുറത്താക്കി ഗാസയെ സുഖവാസ കേന്ദ്രമാക്കാനുള്ള ട്രംപിന്റെ പദ്ധതി അംഗീകരിക്കാനാവില്ലെന്ന് സൗദിയും മറ്റ് മുസ്ലിം രാജ്യങ്ങളും വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഗാസയ്ക്കായി സൗദിയുടെ നേതൃത്വത്തിൽ ബദൽ പദ്ധതി തയ്യാറാക്കുകയാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇസ്രായേൽ സന്ദർശിച്ച് പ്രധാനമന്ത്രി നെതന്യാഹുവുമായി ചർച്ച നടത്തിയതിനു ശേഷമാണ് റൂബിയോ സൗദിയിലെത്തിയത്. പാലസ്തീൻ രാഷ്ട്രം രൂപവൽക്കരമാകാതെ ഇസ്രായേലുമായി സൗദി ബന്ധം സ്ഥാപിക്കില്ലെന്ന് മുഹമ്മദ് ബിൻ സൽമാൻ നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തു. രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം ഉടൻ അവസാനിച്ച് രാജ്യങ്ങൾ ഉടൻ തന്നെ സൗഹൃദത്തിൽ പോയില്ലെങ്കിൽ പല രാജ്യങ്ങളും ഇനിയും ഇത്തരത്തിലുള്ള യുദ്ധത്തിലേക്ക് നയിക്കുമെന്നുള്ളത് തീർച്ചയാണ്. അതിനാൽ ഉടൻ തന്നെ ഈ യുദ്ധങ്ങളെല്ലാം അവസാനിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.